സ്വന്തം കാലിലെ മന്ത് മണ്ണിൽ മൂടിവെച്ച് ക്രൈസ്തവരെ ആക്ഷേപിക്കുന്ന MP അബ്ദുൾ വഹാബിനെ കുറിച്ച്. അബ്ദുൾ വഹാബ് MP സ്വന്തം സമുദായത്തിൽ ആദ്യം ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കുക, അതിനുശേഷം മതിയിലെ കൂടുന്ന ജനസംഖ്യയെ പ്രതി ക്രൈസ്തവ സമുദായത്തെ പരിഹസിക്കൽ. ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ജനപിന്തുണ ഇല്ലെങ്കിലും ആവശ്യത്തിലധികം പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ചിലർ കയറിപ്പറ്റുന്ന ഒരു ഉന്നത ഇടമാണ് രാജ്യസഭ. അങ്ങനെ രാജ്യസഭയിൽ തുടർച്ചയായി സീറ്റ് ഉറപ്പിച്ചിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാജ്യസഭ MP ആയ അബ്ദുൾ വഹാബ്. ആദ്യമേ പറയട്ടെ, അദ്ദേഹം ഏത് വഴി ഉപയോഗിച്ചും രാജ്യസഭയിൽ എത്തുന്നതിൽ ക്രൈസ്തവർക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ തനിക്ക് കിട്ടിയ രാജ്യസഭ MP സ്ഥാനം ക്രൈസ്തവന്റെ മേൽ കുതിര കയറാൻ അദ്ദേഹം ഉപയോഗിച്ചാൽ ക്രൈസ്തവ സമൂഹം പ്രതിഷേധിക്കും. മിസ്റ്റർ അബ്ദുൾ വഹാബ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യസഭയിൽ ഒരു കിടിലൻ പ്രസംഗം നടത്തി. നല്ല ഒന്നാന്തരം മംഗ്ലീഷിൽ. വിഷയം ജനസംഖ്യാ നിയന്ത്രണമായിരുന്നു. അതിനിടയിൽ അദ്ദേഹം ക്രൈസ്തവ സഭയ്ക്കെതിരെ നടത്തിയ ഒരു വിവാദ പരാമർശമാണ് വിഷയം. കേരളത്തിലെ ഒരു പ്രീസ്റ്റ് ക്രൈസ്തവ സമുദായത്തിന്റെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ കുടുംബങ്ങൾക്ക് ആകർഷകമായ കമ്മീഷൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന ആരോപണമാണ് അദ്ദേഹം വീണ്ടും രാജ്യസഭയിൽ ആവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗത്തിലേക്ക്. The government has to educate our generation, not by bill, by force, incentives. One of my Kerala's priest was giving incentive for producing more than 5. Over one priest in Kerala, he was publicly addressed that any family who is producing more than 5 will get incentives in their colleges, they'll be giving something extra 5,000 rupees also. പാലാ രൂപത 5-ൽ കൂടുതൽ കുട്ടികളുള്ള ക്രൈസ്തവ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച പ്രത്യേക ആനുകൂല്യങ്ങളെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പരിഹസിച്ച് സംസാരിച്ചത്. അബ്ദുൾ വഹാബ് എന്ന മുസ്ലിം ലീഗ് MPയുടെ ഉറക്കം ഈ പ്രഖ്യാപനം മൂലം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ചുരുക്കം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇന്ത്യയിലെ പാഴ്സികളെ പോലെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പ്രശസ്തരായ പല സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. വഹാബിന്റെ സമുദായത്തിലെ പോലെയല്ല ക്രൈസ്തവരുടെ കുടുംബങ്ങളിലെ അവസ്ഥ. കേരള ക്രൈസ്തവരുടെ വിരലിൽ എണ്ണാവുന്ന കുടുംബങ്ങളിൽ മാത്രമാണ് ഇന്ന് 5-ൽ കൂടുതൽ കുട്ടികൾ ഉള്ളതും. പാലാ രൂപതയിലെ അങ്ങനെയുള്ള കുടുംബങ്ങൾക്കാണ് ഒരു ചെറിയ കൈത്താങ്ങ് പാലാ രൂപത പ്രഖ്യാപിച്ചത്. ഇത് അബ്ദുൾ വഹാബ് എന്ന വമ്പൻ ബിസിനസ്സുകാരന് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല പോലും. അബ്ദുൾ വഹാബിന്റെ വിപുലമായ ബിസിനസ് സംരംഭങ്ങളിലെ ലാഭത്തിന്റെ ഓഹരി ഒന്നും ഇക്കാര്യങ്ങൾക്ക് പാലാ രൂപത കൈപ്പറ്റിയതായി ക്രൈസ്തവർക്ക് അറിവില്ല. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ചില സമുദായങ്ങളിലാണ് ജനസംഖ്യാ വർധനവെങ്കിൽ അദ്ദേഹം ഹാപ്പിയാണ്. പക്ഷേ മറ്റു സമുദായങ്ങളിലാണെങ്കിൽ അസ്വസ്ഥനും. ക്രൈസ്തവ സമുദായത്തിലെ ജനസംഖ്യ വർധനവിനെ കുറിച്ച് ഏറെ ആശങ്കപ്പെടുന്ന അബ്ദുൾ വഹാബ് MPയെ 2 കാര്യങ്ങൾ മാത്രം ക്രൈസ്തവ സമൂഹം ഓർമ്മിപ്പിക്കുകയാണ്. പൊതുവെ ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങളിലുള്ള കുട്ടികളുടെ എണ്ണം സാധാരണ നിലയിൽ 1, ഏറിയാൽ 2 ആണ്. അതേസമയം അബ്ദുൾ വഹാബിന്റെ സമുദായത്തിൽ ഒട്ടുമിക്ക കുടുംബങ്ങളിലും 4-ഓ അതിൽ കൂടുതലോ കുട്ടികളുണ്ടെന്നാണ്. എങ്കിൽ അബ്ദുൾ വഹാബ് ആദ്യം ആകുലപ്പെടേണ്ടത് സ്വന്തം സമുദായത്തിലെ ജനസംഖ്യ വർധനവിനെ കുറിച്ചല്ലേ? രണ്ടാമത്തെ കാര്യം, ലോകത്തിൽ ഇന്ന് ഏറ്റവും വേഗത്തിൽ ജനസംഖ്യാ വർധനവ് സംഭവിക്കുന്ന പ്രദേശം മലപ്പുറം ജില്ലയാണ്. അതായത് അബ്ദുൾ വഹാബിന്റെ സ്വന്തം ജില്ല. ഇത് ക്രൈസ്തവ സമുദായത്തിന്റെ അഭിപ്രായമല്ല. അന്തർദേശീയ ഏജൻസികൾ നടത്തിയ സാമൂഹ്യ പഠന റിപ്പോർട്ട് പുറത്തുവിട്ട വിവരമാണ്. രാജ്യസഭ MP എന്ന നിലയിൽ അബ്ദുൾ വഹാബും അക്കാര്യം അറിഞ്ഞു കാണും. അതിനാൽ മലപ്പുറത്തെ അനിയന്ത്രിതമായ ജനസംഖ്യാ വർധനവ് തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അബ്ദുൾ വഹാബ് അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ക്രൈസ്തവ സമൂഹം ആഗ്രഹിക്കുന്നു. അതിനുശേഷമാകട്ടെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കേരള ക്രൈസ്തവരുടെ ജനസംഖ്യ വർധനവിനെ ഓർത്ത് അബ്ദുൾ വഹാബ് ആശങ്കപ്പെടാനും ഉറക്കം കെടുത്താനും അതിനെ പ്രതി രാജ്യസഭയിൽ ശബ്ദമുയർത്താനും. അവസാനമായി അബ്ദുൾ വഹാബിന്റെ ഈ വർഗീയ പ്രസംഗം കേട്ട് ഒരക്ഷരം പോലും പ്രതിഷേധം രേഖപ്പെടുത്താതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച കേരളത്തിൽ നിന്നുള്ള എല്ലാ MPമാരോടും ക്രൈസ്തവ സമുദായത്തിനുള്ളിൽ
അമർഷം പുകയുകയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ.